Hello everybody. ഇന്നത്തെ vlog is about grocery shopping. ഈ ഇൻഫ്ലേഷൻ കാലത്ത് $100 രണ്ടാഴ്ചത്തെ ഗ്രോസറി വാങ്ങാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഉള്ള മാർക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ബട്ട് ദിസ് ഈസ് മോർ ക്ലോസർ ടു അസ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൽ പോവാറ്. ഈ മാർക്കറ്റിൻ്റെ പേര് ഡാൻഡനോങ് മാർക്കറ്റാണ്. ബട്ട് ബിഫോർ ഗോയിങ് ടു ദ മാർക്കറ്റ് ഞങ്ങൾ രണ്ടുപേർക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ സ്ട്രേറ്റ് അടുത്തുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ആ റെസ്റ്റോറൻറ്റ് പേര് A2B എന്നാണ്. രണ്ടുപേർക്കും വിശന്നാൽ പിന്നെ കണ്ണ് കാണില്ല, അതുകൊണ്ട് ആദ്യം ഫുഡ്. ഇഫ് യു ആർ ഇൻ മെൽബൺ ക്രേവിങ് ഫോർ സൗത്ത് ഇന്ത്യൻ ഫുഡ്, പ്ലീസ് ട്രൈ ദിസ് റെസ്റ്റോറൻറ്റ്. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു തമിഴ് വൈബ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഫുഡ് നൈസാണ്, വൈബ് അറ്റ്മോസ്ഫിയർ എല്ലാം നൈസാണ്, അവരുടെ സർവീസ് നൈസാണ്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ പോയ ദിവസം ജന്മാഷ്ടമി ആയിരുന്നു കോയിൻസിഡൻ്റ്ലി. അപ്പോൾ അവിടെ ജന്മാഷ്ടമി സ്പെഷ്യൽ മീൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മെനുവിൽ കാണുന്ന മീൽസ് സ്പെഷ്യൽ മീൽസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സ്പെഷ്യൽ മീൽ ഓർഡർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്പെഷ്യൽ മീലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ സൈഡ് ഡിഷസൊക്കെ ആയിട്ട് പപ്പടവും പരിപ്പടയും മോരും സാമ്പാറും രസവും പായസവും പിന്നെ മിൻറ്റ് ലെമണീഡും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു സ്പെഷ്യൽ മീലായിരുന്നു കേട്ടോ. രണ്ടുപേർക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയാൽ എപ്പോഴും ഞാൻ മീൽ അല്ലെങ്കിൽ താലി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതാ നോക്കൂ, ബുർജ് ഖലീഫ ദോശ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് എൻ്റെ മീൽ എൻജോയ് ചെയ്യുന്നത് ഞാൻ. ജിജിൻ ആൻഡ് ഹിസ് നെവർ എൻഡിങ് എക്സ്പ്രഷൻസ് ആർ ബാക്ക്. സ്പെഷ്യൽ താലിയിൽ കേസരി ഉണ്ടായിരുന്നു കേട്ടോ. കേസരി വാസ് ടു ഗുഡ്. ഞാൻ പൊതുവേ ഷുഗർ ഇഷ്ടപ്പെടുന്ന ഒരു ആളല്ല. ബട്ട് ജിജിൻ ഈസ് എ ഡയ ഹാർഡ് ഫാൻ ഓഫ് മധുരം. ലാസ്റ്റിൽ ഞങ്ങളൊരു കോഫിയും കൂടെ കുടിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. ബില്ലടയ്ക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോഴാണ് കാണുന്നത് വലിയൊരു ക്യൂ. ഈ ക്യൂ കണ്ടിട്ട് ഞങ്ങൾ പറയായിരുന്നു ഞങ്ങൾ ആദ്യം വന്നത് എത്രയോ നന്നായി. ബിക്കോസ് നേരത്തെ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നേനെ, പിന്നെ മാർക്കറ്റിൽ പോകാൻ ലേറ്റ് ആയേനെ, അങ്ങനെ സോ ഓൺ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്, ലെറ്റ്സ് ഗോ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ പേ ചെയ്ത് പാർക്കിംഗ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ പേ മെഷീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ പാർക്കിംഗ് ടിക്കറ്റ് നമ്മൾ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ഡാഷിൽ വെക്കണം. സോ ദാറ്റ് അവിടെ ചെക്കിങ്ങിന് ആൾക്കാർ വരുന്നതാണെങ്കിൽ അവർക്ക് അറിയാം വി ഹാവ് പെയ്ഡ് ഫോർ ദ പാർക്കിംഗ് ആൻഡ് ദാറ്റ്സ് വൈ വി പാർക്ക്ഡ് ദ കാർ അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ്. ഇവിടെ നമുക്ക് എല്ലാം കിട്ടും. ഫ്രോം പച്ചക്കറികൾ ടു മീൻ, ഇറച്ചി, അങ്ങനെ എല്ലാ ഐറ്റംസും ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദ മെയിൻ റീസൺ നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്നത് എന്ന് വെച്ചാൽ എവറിത്തിങ് ഈസ് വെരി ചീപ്പ് ആസ് കമ്പയർഡ് ടു സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റ്സിൽ ഇപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ടൊമാറ്റോസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൗണ്ട് $4 or $5 ബട്ട് പെർ കിലോ. വെയർ ആസ് ഈ മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ചിലപ്പോൾ 90 cents പെർ kg വരെ ടൊമാറ്റോസ് കിട്ടും. അപ്പോൾ അത്ര ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മാക്സിമം എവറി 2 weeks ഇവിടെ വരാൻ ട്രൈ ചെയ്യണത്. ഇവിടെ ഇങ്ങനെ ബുക്കേസ് വരെ കിട്ടും, ഫ്ലവേഴ്സ്, ഫ്രഷ്, എവറിത്തിങ് ഈസ് ഫ്രഷ്, ഫ്രൂട്ട്സും എല്ലാം. അപ്പോൾ അതുകൊണ്ട് വി പ്രിഫർ നമുക്ക് ബൾക്കായിട്ട് 2 weeksലേക്ക് ഗ്രോസറി വാങ്ങിയിട്ട് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദ പോക്കറ്റ് ഓൾസോ ആൻഡ് എക്കണോമിക്കലി ഓൾസോ അത് നല്ലതാണ്. അതുകൊണ്ട് ഇഫ് എനി വൺ ഈസ് ലിവിങ് അറൗണ്ട് മെൽബൺ ഈ മാർക്കറ്റിൽ എന്തായാലും പോയി നോക്കൂ. യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. പിന്നെ വൺ മോർ തിങ്, ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് നമ്മളെ നാട്ടിലെ പച്ചക്കറികൾ ലൈക്ക് പച്ചമാങ്ങ, മുരിങ്ങയ്ക്ക, അതൊക്കെ ഇവിടെ കിട്ടും. കറിവേപ്പിലും കിട്ടും. $60 per kilo ആണ് കറിവേപ്പില. ബട്ട് ദാറ്റ് ഈസ് വേ ബെറ്റർ ദെൻ നമ്മളൊരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങും $2 $3. അതിനേക്കാളും എത്രയോ ഭേദമാണ്. പിന്നെ എഗ്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. മെൽബണിലൊന്നും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എഗ്സ് കാണാനേ ഇല്ല. അപ്പോൾ ഈ മാർക്കറ്റിൽ പോയാൽ എപ്പോഴും ഫ്രീ റേഞ്ച് എഗ്സ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്നതാണ് നല്ലത്. ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാണ്
ടു ഗോ ബാക്ക് ടു ദ പാർക്കിംഗ്. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്തു, ഒരു 5 minutes അറൗണ്ട് വെയിറ്റ് ചെയ്തു, ലിഫ്റ്റ് വന്നില്ല. അപ്പോൾ വി ഡിസൈഡഡ് ടു ടേക്ക് ദ സ്റ്റെയർസ് എടുത്തപ്പോഴേക്ക് ലിഫ്റ്റ് വന്നു. അപ്പോൾ അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ടിപ്പും കൂടെ തരാം കേട്ടോ. ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹാവ് എ ചെക്ക് ലിസ്റ്റ് വിത്ത് യു. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, എത്രയൊക്കെ വാങ്ങണം എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോയാൽ ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. ഇൻ എ സെൻസ് നിങ്ങൾക്ക് ഓവർ സ്പെൻഡിങ് ഉണ്ടാവില്ല. യു വിൽ ട്രൈ ടു സ്റ്റേ ഇൻ യുവർ ബഡ്ജറ്റ്. ചിലപ്പോൾ ബഡ്ജറ്റിന് താഴെ വരെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. പേഴ്സണലി ഇറ്റ് ഹാസ് ഹെൽപ്ഡ് us a lot in staying within our budget. നിങ്ങളും ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. എന്നിട്ട് അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ടെൽ us about it. Now we are heading back home. If you like the video, please do let us know. വേറെ എന്തെങ്കിലും ഗ്രോസറി ടിപ്സ് തരാനുണ്ടെങ്കിൽ please do comment. Bye.